സംസ്ഥാനത്ത് ആശങ്കയായി വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം സംഭവിച്ചിരിക്കുന്നു. 11 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 3 മരണമാണ്. കൊല്ലം സ്വദേശിയായ സ്ത്രീയുടെ മരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ്. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. കണക്കുകളൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്, ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്? കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നു എന്ന കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. അതായത് ഇന്നലെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരബാധയേറ്റ് ഏറ്റവും ഒടുവിൽ ഒരാൾ മരണപ്പെടുന്നത്. അത് കൊല്ലം സ്വദേശിനിയാണ്, 48-കാരിയാണ്, പട്ടാഴി സ്വദേശിയാണ്. അത്തരത്തിൽ സെപ്റ്റംബർ 23-ാം തീയതി ഈ രോഗബാധ സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയായിരുന്നു. ഇന്നലെയാണ് മരണം സംഭവിച്ചത്. എന്തായാലും ഇത് കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നു പറയാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11 ദിവസത്തിനിടെ 3 മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരബാധയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ 9-ാം തീയതി വരെ 100 പേർക്കാണ് ഈ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 24 പേർ മരണത്തിന് കീഴടങ്ങി എന്ന കണക്കാണ് പുറത്തു വരുന്നത്. ഇതിലിപ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പ് കൃത്യമായി പറയുന്നത് ഈ മലിനജലം അത് മൂക്കിലേക്ക് പ്രവേശിക്കരുത് എന്ന ജാഗ്രത നിർദ്ദേശമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഓരോ കേസുകളായി എടുക്കുമ്പോൾ ഇവർ പലരും കടന്നുപോയ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗബാധ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം അതിലൊരു വ്യക്തത നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. ഒരു അവ്യക്തതയുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രകടമായ ഒരു വിമർശനമാണ്. അപ്പോൾ എങ്ങനെയാണ് ജാഗ്രത ഒരുക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണിത് പകരുന്നത് എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. നിലവിൽ എന്തായാലും ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ തെക്കൻ ജില്ലകളെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമാണ് രോഗബാധ കൂടുതലായുള്ളത്. വടക്കൻ ജില്ലയിൽ മലപ്പുറത്തും കോഴിക്കോടുമാണ്. മലപ്പുറത്തെ സ്ഥിതിയൊക്കെ ആശങ്കപ്പെടുത്തുന്നതാണ്, നമ്മൾ ആ കണക്കുകളൊക്കെ പറഞ്ഞതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊല്ലം പട്ടാഴി സ്വദേശിനിയാണ് മരണപ്പെട്ടിരിക്കുന്നത്.